പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദിനതിരുനാമം ഇന്ന് പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആയുസിൽ കാണാത്ത പുതിയ പ്രഭാതം ദൈവം നമുക്ക് ദാനം ചെയ്തു. ഉദയസൂര്യൻ്റെ പൊൻകിരണങ്ങൾ അത് നമ്മളെ തഴുകി ഉണർത്തി ഈ പ്രഭാതം ഐശ്വര്യമുള്ളതാക്കി മാറ്റുമ്പോൾ നീതിസൂര്യനാകുന്ന യേശു കർത്താവിൻ്റെ നീതിയാകുന്ന കിരണങ്ങൾ ആത്മാവിനെ തൊട്ടുണർത്തി സുഖപ്രദാനത്തോടെ നമ്മുടെ ശരീരത്തെയും പ്രാണനെയും ആത്മാവിനെയും ഒരുപോലെ നീതിയിലേക്ക് നടത്തുന്ന ദൈവസ്നേഹത്തിൻ്റെ ദൈവകൃപയുടെ ആഴത്തിന് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവ് തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും ഉപകാരങ്ങൾക്കും നന്മകൾക്കും കർത്താവിനോട് സ്നേഹവും നന്ദിയും കരയറ്റിക്കൊണ്ട് അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം പ്രാർത്ഥനയോടുകൂടി ദൈവവചന ധ്യാനത്തിനായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. സാംസ് 23:1. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. വളരെ സുപരിചിതവും കൊച്ചു കുഞ്ഞുങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങുന്ന വാക്യവും അപ്പോൾ തന്നെ എല്ലാവർക്കും ഏറ്റവും സുപരിചിതവും എല്ലാവരാലും ഇഷ്ടപ്പെടുന്നതും എല്ലാവർക്കും കാണാതറിയാവുന്ന സങ്കീർത്തനവും അതിൻ്റെ ഒരു വാക്യമാണ് നമ്മൾ അടർത്തിയെടുത്ത് 23-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. പറയുന്നത് ഇങ്ങനെ: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഒരു ബ്യൂട്ടിഫുൾ നല്ല ഒരു വാചകം, നല്ലൊരു വചനം. ചെറുപ്പകാലത്തൊക്കെ അത് വായിക്കുമ്പോൾ മുട്ടുണ്ടാകിയില്ല, കാലിൻ്റെ മുട്ടും കൈയുടെ മുട്ടും ഒക്കെ എന്നല്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, ദ ലോർഡ് ഇസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്. എനിക്ക് എൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്ന, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, എനിക്ക് ഒരു ലാക്നെസ് ഉണ്ടാകുകയില്ല, ഒന്നിനും കുറവുണ്ടാവുകയില്ലെന്ന്. ഇത് ദാവീദ് പറയുമ്പോൾ ഇടയനും ആടുമായിട്ടുള്ള ബന്ധത്തിൽ ബന്ധിപ്പിച്ചിട്ടാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നുണ്ട്: പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തും, നീതിപാതകൾ കൂടെ എന്നെ നടത്തുന്ന ഒരു ദൈവകൃപ. അപ്പൊ തന്നെ അടുത്ത വാക്ക് പറയുന്ന കൂരിരുൾ താഴ്വരയിൽ കൂടി കടന്നാലും, അത് ഇംഗ്ലീഷിൽ ഇച്ചിരൂടെ ഡീപ്പായിട്ടാ, മരണത്താഴ്വര, വാലി ഓഫ് ഡെത്ത്, താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടി ഇരിക്കുന്നല്ലോ. അത് ചേർത്ത് വായിച്ചാൽ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അതുകൊണ്ട് എല്ലാ ആഗ്രഹവും ഉടനടി സാധിച്ചോ ഒന്നിനും കുറവില്ലാതെ പട്ടുമെത്തയിൽ കൂടി നടത്തുമെന്നല്ല, മരണത്താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടാകാം. എന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം യഹോവ ഈ ഇടയൻ കൂടെ ഇരിക്കുന്നു. പിന്നെ വായിക്കുന്നു: ശത്രുക്കൾ മുമ്പാകെ എനിക്ക് മേശയൊരുക്കും, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എല്ലാം പോസിറ്റീവ്നെസ് നിറഞ്ഞിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അപ്പോൾ തന്നെ ഇതിനകത്തൊരു പ്രധാന കാര്യമുണ്ട്. ആദ്യം തൊട്ടൊന്ന് ചിന്തിച്ച്, യഹോവ ഇടയനാകുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ നല്ല സങ്കീർത്തനങ്ങളുടെ നല്ല ഒരു ലൈഫിൻ്റെ, ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യമാണ് ഇടയൻ. ഇടയൻ എന്തിനാ? ഗൈഡ് ചെയ്യാൻ. ഇടയൻ എന്തിനാ? വഴി കാണിക്കാൻ. ഇടയൻ എന്തിനാ? വഴി തെറ്റുമ്പോൾ നേരെയാക്കാൻ. വടിയും കോലും ഇടയൻ്റെ കയ്യിലുണ്ട്. ഇടയൻ്റെ വടി എന്തിനാ? നേരെ നടത്താൻ. ഇടയൻ്റെ വടി എന്തിനാ? വഴി തെറ്റുന്ന ആടിനെ അടി കൊടുത്ത് നേരെയാക്കാൻ. കോലെന്തിനാ? എത്തപ്പെടാത്ത തീറ്റകൾ എത്തിച്ചു കൊടുക്കാൻ, ഒന്ന് തലോടി മാറ്റി നിർത്താൻ. വടിയും കോലും കൊണ്ട് അതേ വഴി നടത്തുന്ന ഇടയൻ. ഇടയൻ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവകുഞ്ഞെ ഒന്ന് ചിന്തിച്ചോ. ഈ സങ്കീർത്തനം നമ്മുടെ സങ്കീർത്തനമാണ്, പക്ഷെ ഇതിനകത്തെ തുടങ്ങുന്ന വാക്കുണ്ട്: യഹോവ എൻ്റെ ഇടയനാകുന്നു. 91-ാം സങ്കീർത്തനം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സങ്കീർത്തനമാണ്. ഒരനർത്ഥവും ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടിക്കുകയില്ല, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഇതൊന്നും യേശത്തിൽ, അതൊക്കെ നല്ലതാ. സിംഹത്തെയും അണലിയെയും നീ ചവിട്ടും, പെരുമ്പാമ്പിനെയും ബാലസിംഹത്തെയും മെതിച്ചുകൾ, ഇതൊക്കെ നല്ല സങ്കീർത്തനമാണ്. പക്ഷെ 1-ാമത്തെ വാക്യം വിട്ടുകളയല്ലേ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരുവൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വസിക്കുന്ന ഒരുവന് മാത്രമാണ് ഇവിടെ 23-ാമത്തെ സങ്കീർത്തനം. അത് വിട്ടുകളയരുത്. ആദ്യത്തെ വാക്ക് വിട്ടുകളയരുത്. അത് പറയുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ കർത്താവിന്റെ ദാസൻ, എനിക്ക് തോന്നുന്നു
ഒരു ദിവസം പറഞ്ഞ ഒരു ഉദാഹരണം, ആ ആ അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ ആവർത്തിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. ഇന്ന് ഒരിക്കല് ഒരു ഓസ്കാർ അവാർഡ് മേടിച്ച ഒരു മനുഷ്യൻ അമേരിക്കയിലെ ഒരു ചർച്ചിൽ, ആ ചർച്ചിൽ ചെന്ന് അദ്ദേഹം ഓസ്കാർ അവാർഡ് കിട്ടി, അദ്ദേഹത്തിനെ സ്വീകരിച്ചിരുത്തി, ഫ്രണ്ടിലിരുത്തി, എല്ലാവരെയും കൈയടിച്ചു, അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയം കൊടുത്തു. ശേഷം അദ്ദേഹത്തോട് അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, താങ്കൾ വലിയൊരു മനുഷ്യനാ, കാരണം ഓസ്കാർ അവാർഡ് കിട്ടിയ ചെറിയ കാര്യമല്ല, ആ ഓസ്കാർ അവാർഡ് കിട്ടിയ ആളല്ലേ, താങ്കള് ഏതെങ്കിലും ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാമോ? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇതൊന്ന് കാണിക്കാൻ, ഒന്ന് അഭിനയിക്കാൻ തീരുമാനിച്ചു. 23-ാമത്തെ സങ്കീർത്തനം അദ്ദേഹം അഭിനയിച്ച് കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എല്ലാവരും ഇടയനെ കണ്ടു, ഇടയൻ പോലെ നടക്കുന്നു, ഇടയനെ പോലെ ഇടയനായിട്ട് അഭിനയിക്കുന്നു, പച്ചയായ പുൽപ്പറകൾ നടത്തുന്നത്, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ രീതിയിലേക്ക് നടത്തുന്നത്, അതുപോലെ ആളുകൾ കണ്ടു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടക്കുമ്പോൾ ഭയപ്പെടേണ്ട സാഹചര്യത്തിൽ ഭയപ്പെടാതെ ഇടയൻ കൂടെ നടക്കുന്നത്, അത് നന്നായി അഭിനയിച്ചു കാണിച്ചു. ശത്രുക്കൾ കാണുക മേശമേൽ വിരുന്നൊരുക്കുന്നത്, നന്മയും കരുണയും ആയുഷ്കാലം പിന്തുടരുന്നത്, യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുന്നത്, അതേ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ഒക്കെ കാണിച്ചു. അഭിനയം നന്നായിരുന്നു. 23-ാം സങ്കീർത്തനം ആളുകൾ ഇങ്ങനെ കാണുന്നത് പോലെ, വായിച്ചു കേൾക്കുകയല്ല, അതൊരു ലൈവ് സ്ക്രീനിൽ കാണുന്നത് പോലെ കണ്ടു. ആളുകളെല്ലാം കൈയടിച്ചു, എല്ലാവരും അദ്ദേഹത്തിന് കൈയടിച്ചു, എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു, ഹർഷാരവം മുഴക്കി. ഒരുപാട് നേരം അദ്ദേഹത്തിൻ്റെ ആ വലിയ 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 പെർഫോമൻസിന് അംഗീകാരം കിട്ടി. എല്ലാവർക്കും സന്തോഷമായി. പാസ്റ്റർ ചോദിച്ചു, ഇത്രയും മനോഹരമായിട്ട് അഭിനയിച്ച് അദ്ദേഹത്തിന് ഓസ്കാർ അവാർഡ് കിട്ടിയില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സങ്കീർത്തനം ഇതുപോലെ ഒന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ കണ്ടു നിന്നവർ, ഇതുപോലെ വേണ്ട, ഇതിൻ്റെ പകുതി പോലും പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല, കാരണം അദ്ദേഹം അവാർഡ് കിട്ടിയ മനുഷ്യനാണ്. അപ്പോൾ ഒരാള് ഒരു പുറകിൽ നിന്നൊരു അമ്മച്ചി, 74 വയസ്സ്, അതിലധികം പ്രായമുള്ളൊരു അമ്മച്ചി, ശരീരം മുഴുവൻ ചുക്കിച്ചുളിഞ്ഞ ഒരു അമ്മച്ചി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് അഭിനയിക്കാനൊന്നും 23-ാം സങ്കീർത്തനം അഭിനയിച്ച് കാണിക്കാൻ അറിയത്തില്ല, പക്ഷേ ഞാനതൊന്ന് പറയാം, ഞാൻ ആ സങ്കീർത്തനം ഒന്ന് പറയാം. അമ്മച്ചി ഫ്രണ്ടിൽ വന്നു, ആ സങ്കീർത്തനം ഒന്ന് പറഞ്ഞു. The Lord is my shepherd, യഹോവ എൻ്റെ ഇടയനാകുന്നു. നെഞ്ചിൽ കൈവച്ച് അമ്മച്ചി പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു. അടുത്ത് പറഞ്ഞു, എനിക്കൊന്നിനും മുട്ടില്ല, കഴിഞ്ഞ 74 വർഷം എന്നെ സംരക്ഷിച്ച എൻ്റെ യഹോവ എനിക്കൊന്നിനും മുട്ടില്ലാതെ എന്നെ നടത്തി. അമ്മച്ചി താഴോട്ട് വായിച്ചു, പച്ചയായ പുൽപ്പുറം, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക്. ഒരുപാട് പ്രാവശ്യം കൂരിരുളിൻ്റെ മരണത്തെ അഭിമുഖീകരിച്ചു. അപ്പോഴെല്ലാം എൻ്റെ ഇടയൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മച്ചി കണ്ണു നിറഞ്ഞൊഴുകി, അനുഭവത്തിൽ നിന്ന് ചാലിച്ച് അമ്മച്ചി പറയാൻ തുടങ്ങി. താഴോട്ട് അമ്മച്ചി പറഞ്ഞു, ശത്രുക്കൾ കാണുക വിരുദ്ധൊരുക്കും, തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, ഭാരപാത്രം നിറഞ്ഞു കവിയും, യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും, അതിനുശേഷം നിത്യതയിലേക്ക്. അമ്മച്ചി പറഞ്ഞു തീർന്നു. അമ്മച്ചി നിർത്തിയിട്ട് അമ്മച്ചി പോകുന്നതിന് മുമ്പ് ആളുകളാരും കൈയടിച്ചില്ല, ഒരു മനുഷ്യൻ പോലും കൈയടിച്ചില്ല, ഒരാൾ പോലും എഴുന്നേക്കാൻ തയ്യാറായില്ല, ഒറ്റയാളും കൈയടിച്ചില്ല. പക്ഷേ ഒരു കണ്ണുകളും നിറയാതെ ആ ചർച്ചിനകത്തുണ്ടായിരുന്നില്ല, എല്ലാ കണ്ണുകളും നിറഞ്ഞു. പലരും മുഴങ്കാലിലേക്ക് ഇറങ്ങിയിരുന്നു, എല്ലാവരും കരഞ്ഞു, ആരും കൈയടിച്ചില്ല. പാസ്റ്റർ ഓസ്കാർ അവാർഡ് കിട്ടിയ മനുഷ്യനോട് ചോദിച്ചു, ആ അമ്മച്ചി ആ സങ്കീർത്തനം വായിച്ചതും താങ്കൾ അഭിനയിച്ചതും തമ്മിലുള്ള വ്യത്യാസം, താങ്കൾക്ക് ഇഷ്ടം പോലെ കൈയടി കിട്ടി, പക്ഷെ അമ്മച്ചി അത് പറഞ്ഞപ്പോൾ ആളുകൾ കരഞ്ഞു, ജനം കരഞ്ഞു. കാര്യമെന്താ? ഈ ഓസ്കാർ അവാർഡ് കിട്ടിയ ആ വ്യക്തി പറഞ്ഞു, എനിക്ക് 23-ാം സങ്കീർത്തനം കാണാതെ അറിയാം, വായിക്കാൻ അറിയാം, അത് അഭിനയിക്കാൻ അറിയാം. 23-ാം സങ്കീർത്തനം പെർഫോം ചെയ്യാൻ അറിയാം, അഭിനയിച്ച് കാണിക്കാൻ അറിയാം. എന്നാൽ ഈ അമ്മച്ചിയുടെ ഇടയനെ അറിയാം. അമ്മച്ചിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, അമ്മച്ചിയുടെ ഇടയനെ അറിയാം. അതാ ജനം കരഞ്ഞത്. ഹല്ലേലൂയ. കുഞ്ഞെ, ഈ വചനം കേൾക്കുമ്പോൾ നീ നിന്റെ ഇടയനെ അറിയണം. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ, ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇതിനെ അഭിനയിക്കാനല്ല, മറിച്ച് ഇടയനെ അറിയണം. നമ്മുടെ ഇടയനെ നമുക്കറിയണം. ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ആ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സങ്കീർത്തനം
യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. കർത്താവേ, ഒരു അഭിനയമല്ല, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ, പ്രാവർത്തികമാക്കുവാൻ നല്ല ഇടയനാകുന്ന കർത്താവിനോട് കൂടെ നടക്കുവാൻ, മരണം വരെ, ജീവിതാവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ, അവിടെ ഞങ്ങൾക്ക് കൃപ തരണം. ഏത് മരണത്താഴ്വരയിലും അങ്ങ് കൂടെയുള്ളതെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. എല്ലാ മാനവമഹത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടി ഇരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറയാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.